يا حضرة سيدنا مصطفى محمد صلى الله عليه وسلم شيخنا حسن البصري رضي الله تعالى عنه وشيخنا فريد بن الطاس الله أن أستاذنا سيد الذي أستاذ رضي الله عنه أستاذنا تقييد محمد دارمي القاضي رضي الله عنه شيخنا بحر المستاذ الأساتذة وجميع أساتذتنا الذين تعلمنا من عندهم وأساتذتهم وجميع من انتفعنا بعلومهم وأسرارهم. الفاتحة. മഹാനായ ഹസൻ ബസരി തങ്ങളോട് പറഞ്ഞു, അങ്ങയിൽ അബ്ദുറഹ്മാൻകൊക്കെ ഭയങ്കര വിഷമത്തിലാണല്ലോ, ഭയങ്കര വിഷമത്തിലാണ്, മൂപ്പർക്ക് സക്കറാത്തുൽ മൗത്ത് വന്നിക്കണ് ഹാജരായിക്കണെന്ന്. സക്കറാത്തുൽ മൗത്ത് വന്നപ്പോൾ വലിയ വിഷമത്തിലാണ് മൂപ്പരെന്ന് മഹാനായ ഹസൻ ബസരി തങ്ങളോട് പറഞ്ഞപ്പം ഹസൻ ബസരി തങ്ങൾ പറയല്ല, അങ്ങനെ പറയല്ല, അത് മോശം. ഇന്ന് മുതൽ മൂപ്പര് സ്വതന്ത്രനായി. ബൽ കാന ഫി തഅബി മുൻദു 70 സന, 70 കൊല്ലം കൊണ്ട് മൂപ്പര് വലിയ വിഷമത്തിലാണ്. വല്ലൗമ യസ്തരീഹു മിൻ ഹാദ തഅബി വന്നസബ്, മനസ്സിലായോ? ഇന്നു മുതൽ വളരെ സന്തോഷത്തിലാണ്. ഇന്ന സന്തോഷമാണ്, എല്ലാ വിഷമവും പോയി. ലാ നദരി കൈഫ യകൂനു ഹാലുഹു ബഅദ ഹാദാ, നമുക്കറിയാൻ പറ്റില്ല ഇനി മൂപ്പര് അവസ്ഥ ഇതിനു ശേഷം എന്താണ്. അപ്പൊ ഇന്നു മുതൽ മൂപ്പര് ഫ്രീ ആണ്. ഇതേവരെ ദുനിയാവുമായിട്ട് കെട്ടിക്കിടന്ന ഇന്നു മുതൽ ഫ്രീ. അല്ലാഹു മാഷാ അല്ലാഹ്. വഖാല മഹാനായ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, നജാ മൻ ഹമല ഖഫീഫാ, രക്ഷപ്പെട്ടുപോയി. ലോഡ് കുറവുള്ളവൻ രക്ഷപ്പെട്ടുപോയി. ഒന്നുമില്ല, കുറ്റങ്ങളും തെറ്റുകളും ആൾക്കാരെ ഈമത്ത് പറഞ്ഞില്ല, പരദൂഷണം പറഞ്ഞില്ല. അമലുകൾ ഇഷ്ടം പോലുണ്ട്, തെറ്റുകുറ്റങ്ങളില്ല. ലോഡ് കുറഞ്ഞ ആള് രക്ഷപ്പെട്ടുപോയി. തെറ്റുകുറ്റങ്ങളാലുള്ള ലോഡുകൾ കുറഞ്ഞ ആള്, അതതിന്റെ അർത്ഥം. വഹലക മൻ ഹമല സഖീല, ഓവർലോഡുമായി കൊണ്ട് ചെല്ലുന്നവർ പരാജയപ്പെട്ടുപോയി. എല്ലാ വിധത്തിലും. കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നജൽ മുഖഫിഫൂൻ വഹലക്കൽ മുസ്ഖിലൂൻ, ഭാരമേറിയവർ നശിച്ചുപോയി, ഭാരമില്ലാത്തവർ രക്ഷപ്പെട്ടുപോയി. ഭയങ്കര ഇബാദത്താണത്. നജൽ മുഖഫിഫൂന എന്നുള്ളത് ഭാരം കുറഞ്ഞവർ, ശരീരത്തിന്റെ ഭാരം കുറയ്ക്കുന്നവർ. തീറ്റി ഒന്നാകെ തീറ്റി അടിച്ച് വീശി ഉള്ള കൊഴുപ്പും ഉള്ള കാനവും എല്ലാം വെച്ച് ആൾക്കാർ ജരാസുരം എടുക്കാൻ പറ്റാത്ത അങ്ങനെയൊക്കെ അവിടെ മയനം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടുത്തെ മുറാദ് ഇതാണ്, മുഖഫിഫൂന എന്നുള്ളത് ദുനിയാവ് കൂടുതൽ സമ്പാദിച്ചില്ല. ദുനിയാവ് സമ്പാദിക്കുന്നതിന് കുഴപ്പമില്ല, ദുനിയാവ്ക്ക് വേണം വേണ്ടെന്നല്ല, അതിനനുസരിച്ച് ചെലവഴിക്കണമല്ലോ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ പറ്റി പറയാറില്ലേ, മറ്റുള്ള സഹാബത്ത്, പണക്കാരല്ലാത്ത സഹാബത്തൊക്കെ കഴിഞ്ഞ് സ്വർഗത്തിൽ കടന്ന് 500 കൊല്ലം കഴിഞ്ഞിട്ടേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കടക്കുള്ളൂ എന്നാണ്. കാരണം സമ്പത്ത് ഇഷ്ടം പോലുള്ള ആളായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ. അപ്പോൾ ഇതെല്ലാം ചോദ്യങ്ങൾ ചോദിച്ച് അതെല്ലാം കഴിയുമ്പോൾ കുറെ സമയം കഴിയല്ലോ. അല്ലാഹു പഠിച്ചോൻ കാക്കട്ടെ. അതുകൊണ്ട് കൂടുതൽ സമ്പാദിക്കാനും നിൽക്കേണ്ട ആൾക്കാർ വെറുതെ ഇങ്ങനെ സമ്പാദിച്ചു വിട്ടിട്ട് എന്താക്കാൻ. എന്നാൽ സമ്പാദ്യം വേണ്ടാന്നല്ല, സമ്പാദ്യം വേണം, എല്ലാം വേണം. അത് കൽബിയായിട്ട് കൂടുതൽ ബന്ധങ്ങൾ കൊടുക്കാതിരുന്നാൽ മതി. അപ്പൊ പിന്നെ നഷ്ടപ്പെട്ടാലും പ്രയാസം വരുത്തില്ല. വഖാല റഹിമല്ലാഹു ഇംറഅൻ തകൂനു ഇൻദഹു വദിഅ, ഒരാൾക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ, ഒരു മനിയന് അള്ളാഹു കരുണ ചെയ്യട്ടെ, അയാളുടെ അടുക്കൽ സൂക്ഷിപ്പ് സ്വത്തുണ്ട്, നമുക്ക് തന്നു സൂക്ഷിപ്പത്താണ് നമ്മളെ ആയുസ്. ഫൈസല്ലിമുഹാ, അതിനെ ഏൽപ്പിച്ചു, ഇലാ സാഹിബിഹ, അതിന്റെ ഉടമയിലേക്ക്. സുമ്മ ഇസാഫിർ, പിന്നെ യാത്ര പോയി, ഖഫീഫൽ ഹംലി, ഭാരം കുറഞ്ഞവരായിട്ട്. എന്താ ഒന്നുമില്ല കൊണ്ടുപോകാൻ. ഏത് തെറ്റുകുറ്റങ്ങളാകുന്ന ഭാരങ്ങളില്ലാന്നതിനർത്ഥം അമലുകളാകുന്ന ഭാരങ്ങളും കൊണ്ടുപോകണം, അത് വേറെയാ. തെറ്റുകുറ്റങ്ങളാകുന്ന ഭാരങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോയ നല്ല രസമുണ്ടായി. വഖാല, മഹാനവറുകൾ പറഞ്ഞു, അൽ ആഖിലു ബുദ്ധിമാനൽ കയ്യിസു, അൽ ആഖിലുൽ കയ്യിസു, ബുദ്ധിമാനായ നല്ല തത്വജ്ഞാനിയായ ബുദ്ധിമാനാകുന്നത്, കുശാഗ്ര ബുദ്ധിയുള്ളവൻ, റജുലുൻ ഖറബ ദുനിയ,
ദുനിയാവിനെ ഖറാബാക്കി, ദുനിയാവിന് വേണ്ടി അധ്വാനിച്ചില്ല. വഅസ്സസ അവൻ അടിത്തറവാകി അലാ ദാലിക്കൽ ഖറാബി അൽ ആഖിറത്ത, ആ ഖറാബിന്റെ മേൽ ദുനിയാവിനെ ഖറാബാക്കി ആഖിറത്തിന് അടിസ്ഥാനമിട്ടു. ശിലാസ്ഥാപനം നടത്തി ശിലാസ്ഥാപനം നടത്തി ആഖിറത്തിന് ദുനിയാവിനെ ഖറാബാക്കി അങ്ങനെ ജീവിക്കുന്നവനാണ് ബുദ്ധിമാൻ. വഖാല ലൈസ ദാബത്തുൻ ഔലാ ബില്ലിജാം, കടിഞ്ഞാനിടാൻ പറ്റിയ ഏറ്റവും വലിയ ജീവിയാകുന്നത് മിനൻ നഫ്സി, നഫ്സിനേക്കാൾ മറ്റൊന്നില്ല. ലൈസ ദാബത്തുൻ, ഒരു നാൽക്കാലിയുമല്ല, ഔലാ ബില്ലിജാം വേണ്ട. നമ്മളല്ലേ പോത്തിനും കുതിരയ്ക്കൊക്കെ ഭയങ്കര കടിഞ്ഞാനൊക്കെ ഇടുമല്ലോ, എന്നാൽ കടിഞ്ഞാനിടാൻ ഏറ്റവും പറ്റിയ സാധനം എന്റെ ശരീരമാണ്. മിനൻ നഫ്സി, നഫ്സിനേക്കാൾ, നഫ്സികാലിയാണ്. വഖാല ഇൻ അറദ്ത അൻ തഅരിഫ ദുനിയ ബഅദക, നീ പോയതിന് ശേഷം ദുനിയാവിനെ പറ്റി നിനക്കറിയണം, നീ ദുനിയാവിനെ പറ്റി അറിയണം നിനക്ക് ശേഷം. എന്നാ പിന്നെ ഫന്നൂർ ഇല ദുനിയ ബഅദ വരിക്, അങ്ങനെ കാക്ക ദുനിയാവെല്ലാം ഉണ്ടാക്കിയല്ലോ. എന്ത് ഇപ്പൊ കാക്ക പള്ളിക്കുഴിയില്, ദുനിയാവ് മക്കളിട്ട് ആർഭാടം നടത്തുന്നു. അങ്ങോട്ട് നോക്കിയാൽ മതിയിരുന്നു, അതതിന്റെ അർത്ഥം. ദുനിയാവ് എങ്ങനെ പഠിച്ചോനെ, ദുനിയാവ് എങ്ങനെ ഒന്നും പേടിക്കാനൊന്നുമില്ല, അപ്പുറത്തെ കാക്കായെ നോക്കിയാൽ മതിയിരുന്നു. അതാണ് ഫന്നൂർ ഇല ദുനിയ ബഅദ വരിക്. فقال الرجل الذكي الفطن من خرب الدنيا وبنى الآخرة على ذلك اللسي وبنى الآخرة على ذلك اللسي. നേരത്തെ പറഞ്ഞാണ് നല്ല ബുദ്ധിമതിയായ മനുഷ്യൻ എന്ന് പറയുന്നവൻ ആരാണ്? അർറജുലു ദക്കിയു, ബുദ്ധിയുള്ളവൻ, അൽ ഫത്നു, കൂർമ്മ ബുദ്ധിയുള്ളവൻ, മൻ ഒരുവനാണ്, ഖറബ ദുനിയ, ദുനിയാവിനെ ഖറാബാക്കി, വബനൽ ആഖിറത അലാ ദാലിക, ആഖിറത്തിന്റെ അതിന്റെ മേൽ ആഖിറത്തിനെ എടുത്തു, അലാ ദാലിക്കൽ ഉസി, അടിസ്ഥാനത്തിന്റെ മേൽ ആഖിറത്തിനെ കെട്ടിപ്പടുത്തു. وقال عرف من كان قبلكم من المسلمين قدر الكتاب الذي أنزل الله عليهم فبالليل تأملوا في معناه وبالنهار اشتغلوا بالعمل بما فهموا منه وأنتم اكتفيتم منه بالمدارسة وتصحيح حروفه وإعرابه وتركتم العمل وجعلتموه وسيلة إلى الدنيا. فرشاني عرف من كان قبلكم من المسلمين മുൻഗാമികളായ മഹത്തുക്കളായ മുസ്ലിമീങ്ങൾ അവർ അറിഞ്ഞു, ഖദറൽ കിതാബ്, കിതാബിന്റെ തോതിനെ അവർ അറിഞ്ഞു, അല്ലദീ അൻസലല്ലാഹു അലൈഹിം, അതുകൊണ്ട് തന്നെ ഫബില്ലൈലി തഅമ്മലൂ ഫീ മഅനാ, അതിന്റെ ആശയത്തിൽ അവർ രാത്രിയിൽ അവർ കഠിനാധ്വാനം ചെയ്തു, വബിന്നഹാരി, പകലിൽ ഇസ്തഗലൂ ബിൽ അമലി ബിമാ ഫഹിമൂ മിൻഹു, ഖുർആനിൽ നിന്നും മനസ്സിലാക്കിയ, കിതാബിൽ നിന്നും മനസ്സിലാക്കിയ ഒന്നുകൊണ്ട് പ്രവർത്തനഗോതയിൽ ഇറങ്ങിയവർ. നിങ്ങളോ അന്തും, നിങ്ങളാകുന്നത്, ഇക്തഫൈത്തും മിൻഹു, അതിൽ നിന്നും നിങ്ങൾ മതിയാക്കി, ബിൽ മുദാറസ, ദർസെടുക്കാൻ പറ്റുന്ന ഏതൊക്കെയുണ്ടോ അതൊക്കെ മതിയാക്കി വെച്ചു, തസ്ഹീഹി ഹുറൂഫിഹി വഇറാബിഹി, അതെല്ലാം മെച്ചമാക്കി, പക്ഷെ അമൽ ചെയ്തില്ല. വതറക്തുമുൽ അമൽ, മുസ്തമാരത് അങ്ങനൊന്നല്ല, മനസ്സിലാക്കലല്ല, അത് ചെയ്യുന്നതിന് പുറമെ അമലും കൂടെ ചെയ്താൽ വിഷയമില്ല. നമ്മൾ തറക്തുമുൽ അമല അല്ല, നമ്മൾ ഫഅൽതും അൽ അമലാണ്, അവന് കുഴപ്പമില്ല. വജഅൽതുമൂഹു, എന്നിട്ട് ദുന്യവിയായ പണ്ഡിതന്മാരെ പറ്റിയുള്ള കാര്യമാണ് പറയുന്നത്. വജഅൽതുമൂഹു വസീലത്തൻ ഇലദ് ദുനിയാ, ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടിയിട്ടൊരു മാധ്യമമാക്കി കിതാബിനെ. മുൻഗാമികൾ അതല്ല, അവരതിന്റെ ആശയങ്ങൾ ചിന്തിച്ചു, പകൽ സമയങ്ങളിൽ അതുകൊണ്ട് ഒരു ജോലിയായി, രാത്രികാലങ്ങളിൽ അതിനെ ചിന്തിച്ചു മനസ്സിലാക്കി ഇബാദത്തിലായി കഴിഞ്ഞുകൂടി. അങ്ങനത്തെവരാണ് എന്ന് മുൻഗാമികൾ. അല്ലാഹ് വഖാല, മഹാനവറുകൾ പറയുന്നു, വല്ലാഹി തമ്പുരാനെ തന്നെ സത്യം, സ്വർണവും വെള്ളിയും സമ്പാദ്യത്തിന് ആര് ഇസ്സത്ത് കൊടുക്കുന്നു അങ്ങനത്തെ ഒരുവനല്ല, ഇല്ല അതല്ല അല്ലാഹു, അല്ലാഹു അവനെ നിസാരമാക്കി കളയും സമ്പത്തെ, ശരണമേ എന്ന് പറഞ്ഞു നടന്നാലും. فقال إن أردت أن تأمر أحدا بشيء فلا بد أن تعمل به أنت أولا
മോനെ ഇന്നറത്ത അൻതഅ്മുറ അഹദൻ ബിശൈഇൻ ആരോടെങ്കിലും വല്ലതും കൽപ്പിക്കാൻ നീ ഉദ്ദേശിക്കുന്നെങ്കിൽ ഫലാബുദ്ധ കൂടാണ്ട് കഴിയുകയില്ല മോനെ അൻ തഅമല ബിഹി അൻതഅവ്വലൻ അതുകൊണ്ട് ആദ്യം നീ പ്രവർത്തിക്കണം എന്നിട്ട് നീ കൽപ്പിക്കണം സുമ്മ തഅ്മുറുഹു ബിഹി പിന്നീട് അതുകൊണ്ട് നീ കൽപ്പിക്കണം എന്താ തഅ്മുറു ആത്തിയാന്ന് പറഞ്ഞല്ല ഇന്നക ഇദ്മാതതിമാന്ദാമിറു ബിഹി തുൽഫി മന്നിയാഹു തഅ്മുറു ആത്തിയാ വഖാല മഹാനവറുകൾ പറഞ്ഞു മഞ്ചാബി കലാമിന്നാസിയിലേക്ക ജനവർത്താനവുമായി കൊണ്ട് നിന്നിലേക്ക് ആരെങ്കിലും വന്നാൽ എംശീബി കലാമി കൈലന്നാസി നിന്റെ കലാമ കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കും അത് വേണ്ട. അപ്പം ആരെങ്കിലും വല്ലോ ആരെങ്കിലും പറ്റുമെന്ന് പറഞ്ഞു സ്റ്റോപ്പ് ഇവിടെ മിണ്ടാൻ പറയാനില്ല ഇവിടെ മിണ്ടല്ലോ അവരായി പറിച്ചു ഇവിടെ ഒന്നും പറയണ്ടെന്ന് പറയണം ആദ്യം തന്നെ. മഞ്ചാബി കലാമിന്നാസ് മറ്റവനെങ്ങനെയാണ് മറ്റാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെ വർത്താനം പറയാൻ വേണ്ടി വരുന്നവർ മനസ്സിലാക്കണം നിന്റെ വിശേഷങ്ങൾ ജനങ്ങൾക്കും അവർ കൊണ്ടുകൊടുക്കും വേണ്ട. നിന്റെ അടുക്കൽ വന്ന് ആ രഹസ്യങ്ങൾ ചോർത്തി പറയുന്നവർ നിന്റെ രഹസ്യം അവർക്കും കൊടുക്കും. ഇത് തലമൂരി എന്നൊക്കെ പറയാം മലയാളത്തിൽ. എന്നാൽ യഥാർത്ഥമായ രീതിയിൽ വഖാല അൽ ഇഖ്വാനു അഅസ്സു ഇലൈനാ നല്ല സഹോദരന്മാരാണ് നമ്മളിലേക്ക് ഏറ്റവും ഉന്നതന്മാർ മിനൽ അഹ്ലി വൽ ഇയാൽ കുടുംബാദികളെക്കാളും ഭാര്യസന്താനങ്ങളെക്കാളും ഫഇന്നൽ അഖസ്സാലിഹ സാലിഹായ സഹോദരൻ യുഈനുക അലദ്ദീനി ദീനിന്റെ മേൽ തന്നെ സഹായിക്കും. വൽ അഹ്ലു വൽ ഇയാലു ഖസ്മുക ഫിദ്ദീൻ അഹ്ലും ഇയാലി എന്ന് നിന്നോട് തർക്കമായിരിക്കും ദീനിന്റെ കാര്യത്തിൽ. നിക്കറിച്ചോണ്ട് കുത്തിയിരുന്നോ അങ്ങനെ ആക്കിക്കോ ഇങ്ങനെ ആക്കിക്കോ ഇത് നിങ്ങളെ പണി വേറെ ഒരു കാര്യം നോക്കില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ലിയന്നഹും അവർ യുഫ്സിദൂന അലൈക ഉമൂറ ദീനിക നിന്റെ ദീൻ കാര്യങ്ങൾ അവർ ഫസാദാക്കിക്കളി. നല്ല അഹ്ലുകാരൊന്നും അല്ല നല്ല അഹ്ലുകാരെ പറ്റിയല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണല്ലോ. മഹാനായ സദഖത്തുൽ കാര്യെ പറ്റി പറഞ്ഞില്ലേ തല്ലഖദ്ദുന്യാ വഖഫുൽ ഫിതന ദുന്യാഹു തല്ലഖാഹാ ദീനൻ തസവ്വജഹു ദുന്യാഹു തല്ലഖാഹാ ഹുബ്ബൻ വബഗ്ദൻ ജാ സദഖത്തുല്ലാഹി എന്ന് പറഞ്ഞാണ് ദുനിയാവിനെ തലാഖി ദീനിനെ കല്യാണം കഴിച്ചു.